ഞങ്ങളെ ആശുപത്രിയിൽ പോയിട്ട് വരാം. നേരത്തെ വന്നിരുന്നെങ്കിൽ നേരത്തെ പരിപാടി കഴിഞ്ഞിട്ട് പോവായിരുന്നില്ലേ? ഉണ്ടായിരുന്നു ഇവിടുന്ന് മീൽസ് കഴിച്ചിട്ട് വന്നപ്പോഴേക്ക് ചക്ക മേടിച്ചിട്ടുണ്ട്. 15 ചോള പോയ വഴിയാണല്ലോ. എന്താ പറയാ, നമുക്ക് എന്തെങ്കിലും പറയാവുന്ന അപ്പ ഇങ്ങോട്ട് കണ്ടു വരും. എന്തോ സൂം ചെയ്യാൻ ഞാൻ കട്ട് ചെയ്യേ. സീക്രട്ട് ആണെങ്കിൽ കട്ട് ചെയ്യാ. വേണ്ടേ? നമുക്ക് സൈലന്റ് ആയിട്ടിരിക്കണം. എപ്പോ വേണമെങ്കിലും കടന്നു വരാനുള്ള ചാൻസ് ഉണ്ട്. +2 പഠിപ്പിക്കുന്ന ടീച്ചറാട്ടോ. കുട്ടിക്കളി മാറിയിട്ടില്ല എന്ന് മാത്രം. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. എന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയല്ലേ? ഇന്നൊരു ചേഞ്ച് ഉണ്ട്. ഇഡ്ഡലിയാണ്. ഞാനല്ല, അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. സോഫ്റ്റ് ആണോ ഹാർഡ് ആണെന്നൊക്കെ നോക്കാം. അതിനുശേഷം നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. അമ്മൂൻ്റെ ചുമ മാറിയിട്ടില്ല. ഒരു 10% കൂടി അവിടെ ഉണ്ട്. 1.5 മാസമായി തുടങ്ങിയിട്ട്. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ല. റെഡി ആയോടാ? ഞങ്ങളെ ആശുപത്രിയിൽ പോയിട്ട് വരാം. ആശുപത്രി ഇങ്ങോട്ട് വരില്ലല്ലോ, ഞങ്ങൾ അങ്ങോട്ട് പോണ്ടേ. ഞങ്ങള് വൈകുന്നേരം ആവില്ല. ഇപ്പോഴേ 12 മണിയായി. നോക്ക് 12 മണിയാ നേരം. പക്ഷെ വാതില് പൂട്ടിയിട്ട് പോകേണ്ടി വരും കേട്ടോ. പോലെ ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തി. നല്ല വെയിലാണ്, ഒരു വെയില്. എന്താ പറഞ്ഞേ? 2 മണിക്ക് മേലെയാണ് ഭക്ഷണം കഴിച്ചിട്ട് വരുന്നത്. ഞാൻ 5ാമത്തെ ടോക്കണാണ്. നേരത്തെ വന്നിരുന്നെങ്കിൽ നേരത്തെ പരിപാടി കഴിഞ്ഞിട്ട് പോവായിരുന്നില്ലേ? ഇപ്പൊ കഴിച്ചിട്ട് വന്ന സ്ഥിതിക്ക് വിശക്കുന്നുണ്ടോ? നല്ല വിശപ്പുണ്ട്. നല്ല വിശപ്പോ? 8:30 മണിക്ക് കഴിച്ചതാ. 8:30 മണിക്ക് കഴിച്ചതാ. ഞാനും 8:30-9 മണിക്കല്ലേ കഴിച്ചേ. ഉണ്ടായിരുന്നു ഇവിടുന്ന് മീൽസ് കഴിച്ചിട്ട്. കുഴപ്പമില്ല. ചോറ് വന്നിട്ടില്ല. ഇയാള് രാവിലെ കഴിക്കാത്തോണ്ടാണ് ഇയാൾക്കും 2 മുട്ട മേടിച്ചത്. മൊത്തം 4 മുട്ട. പ്രോട്ടീൻ ആയല്ലോ. ഹാപ്പി. വെള്ളം കുടിക്കണമെന്നോ? പോയാലോ? 3 മണിയായില്ലേ? ഇനി വെള്ളം കുടിക്കട്ടെ. ഒരു ടാബ്ലറ്റ് പുറത്തുനിന്നല്ലേ, അത് വാങ്ങിയിട്ട് നമുക്ക് നേരെയാണ് നീങ്ങാല്ലേ. ഞാൻ ഒന്നും കയറാനോ വാങ്ങാനൊന്നും ഇല്ലല്ലോ. ഹോസ്പിറ്റലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ പോവാണ്. അങ്ങനെ നമ്മൾ വന്നപ്പോഴേക്ക് 4:15 വന്നപ്പോഴേക്ക് ചക്ക മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ അമൃത പോലെ കിട്ടണ സാധനങ്ങളാണ്. ചെന്നൈയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചക്കയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. അവിടെ ചക്ക കുറച്ച് മേടിച്ചു, നേന്ത്രപ്പഴം മേടിച്ചു, നമ്മുടെ ഫേവറേറ്റ് മുട്ട മേടിച്ചു. ഇനി മരുന്ന് കഴിക്കാണ്ട്, ചുമക്കുള്ള മരുന്ന് കഴിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം. എല്ലാ മരുന്നും കിട്ടിയിട്ടുണ്ട്. വലിയൊരു മധുരമില്ല, എന്നാലും ഓക്കെയാണ്. നിങ്ങൾക്ക് എന്താ ചക്ക അത്രയ്ക്ക് ഇഷ്ടം? ഫേവറേറ്റാ ചക്ക. കഴിഞ്ഞല്ലോ 15 ചോള പോയ വഴിയാണല്ലോ. കുറച്ചും കൂടി പഴക്കണായിരുന്നു അല്ലേ? മതി. പഴുത്തിട്ടുണ്ട്, മധുരമൊക്കെ ഉണ്ട്. നിങ്ങൾ കഴിച്ചില്ലേ? ഞാൻ കഴിച്ചു. മധുരമുണ്ട്. കടിക്കാൻ വയ്യാന്നാണ്. പല്ലില്ലാത്തവർക്ക് കടിക്കാൻ പറ്റില്ല. എന്തായാലും പഴച്ചക്ക ഈസിയാ. ഏതാണ് ഈ പഴച്ചക്ക? അധികം പഴുത്തത്? അധികം പഴുത്തതല്ല, അത് അങ്ങനെ ഒരു പഴമാണ്. അങ്ങനെ ഒരു ചക്കയാണ്. അധികം പഴുത്ത നല്ല ബലമില്ല. അത് അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ തന്നെ അങ്ങനെയാണ്, ഷേപ്പ് തന്നെ അങ്ങനെയാ. കുറച്ച് തന്നെ കൊടാന്നിരിക്കും. വന്ന ഉടനെ തന്നെ വർക്കിലേക്ക് കയറി. നമ്മുടെ മെഡിസിൻ്റെ വർക്ക്. നമുക്ക് വിശക്കുന്നുണ്ടോ? ഉണ്ടാക്കിയാൽ കൊള്ളാം. ഇഡ്ഡലി ഉണ്ട്. ഇഡ്ഡലി കഴിക്കണോ അതോ വേറെ എന്തെങ്കിലും കഴിക്കണോ? വിളക്ക് വെച്ചു ഇല്ലേ? ഇഡ്ഡലി മതിയോ അതോ ദോശ ഉണ്ടാക്കണോ? ഇഡ്ഡലി എല്ലാവർക്കും തയ്യില്ല, ദോശ ഉണ്ടാക്കേണ്ടി വരും. നാളെ ഏട്ടൻ കൂട്ടാൻ ഉണ്ടാക്കണം കേട്ടോ. സാമ്പാർ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഉപ്പേരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപ്പേരി ഉണ്ടായിക്കോളാം. ഇത് ഇഡ്ഡലിയാണ്, ചൂടാക്കാൻ വെച്ചിരിക്കുക. ഇത് മിനി ഇഡ്ഡലി അല്ല, ഇതിന് മേലെ വലുതായാലും ഒന്നോടൊന്ന് ഒട്ടുണ്ട്. ഇത്രേ പറ്റുള്ളൂ അതില്. അതിനനുസരിച്ചുള്ള ഇതുണ്ട്, കുഴിയുണ്ട്. ഇതിൽ ഇത്രേ പറ്റുള്ളൂ. ഇതിന് മേലെ വലിപ്പാക്കിയാലും ഒന്നോടൊന്നും ഇങ്ങനെ അടിയിൽ ഒട്ടുണ്ട്. ദോശയുടെ അവസ്ഥ. ഇസ്തിരിപ്പെട്ട് ഇട്ടിട്ട് നമ്മള് തുണി തേക്കുമ്പോ കരിഞ്ഞു പോയില്ല. എണ്ണ തേക്കി എന്തോ അതിന്റെ അടിയിൽ കരിഞ്ഞു പിടിച്ച പോലെ ഉണ്ട്.
നല്ല അടിപൊളിയായിട്ട് സീസൺ ചെയ്ത് വന്ന സാധനമായിരുന്നു. അപ്പൊ അമ്മക്ക് നന്നായി വന്നോ? നമ്മളുണ്ടാക്കിയിട്ട് നന്നായിട്ട് വന്നോ? എന്നപ്പോ ഞാൻ ഉണ്ടാക്കുമ്പോ ഭയങ്കര കോമഡി ആയിട്ടാ ഇപ്പൊ വരുന്നത്. എണ്ണയിൽ കുളിപ്പിച്ചിട്ടുണ്ട്. ഈ എണ്ണയിൽ ആരോ കൊണ്ടുപോയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു. അതിന്റെ കളർ ഇങ്ങനെ വേറിട്ട് ഇങ്ങനെ നിൽക്കണ കാണാം. ഞാൻ ആകെ എണ്ണയ്ക്ക് ആ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോ എണ്ണ അതിലിട്ടാറേ വരുള്ളൂ. ഞാൻ വെള്ളമൊന്നും ഒഴിക്കാൻ പോയിട്ടില്ല. രാവിലെ കഴിഞ്ഞാൽ തൊട്ടിട്ടില്ല. എനിക്ക് വെള്ളം കോരി ഒഴിച്ചെന്നല്ല പറയണത്, അതിലേക്ക് വെള്ളം കിടക്കണമെന്നാ പറയണത്. കണ്ടോ? അറിയില്ല. എന്നാലും ഇത് എങ്ങനെ നല്ല ചട്ടിയായിരുന്നു. കഷ്ടായി. എന്താണ് ദോശ കഴിക്കാൻ ഉദ്ദേശമില്ലാത്തേ? പറ. അമ്മ ദോശ ഉണ്ടാക്കി കൊളാക്കി. ഞാനൊരു കാര്യം പറയേ. ഭയങ്കര വേണ്ട പറയണ്ട. വേണ്ട. അപ്പോ അമ്മ ദോശ ഉണ്ടാക്കി കൊളാക്കി ഉച്ചക്ക്. ആ ചട്ടീൻ്റെ മുകളിൽ ഉണ്ടാക്കിയിട്ട് അടിയിൽ പിടിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പ്ലാന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് സേമിയ ഉപ്പുമാവ് ആക്കി തൽക്കാലം. ഡിന്നർ നിങ്ങൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്? മാഗി ഉണ്ടാക്കി കണ്ടിട്ടുണ്ടായിരിക്കും ഡിന്നറിന്. എങ്ങനെ ഉണ്ടായിരുന്നു ഉപ്പുമാവ്? ഞാൻ അങ്ങോട്ട് ചോദിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു. എഗെയിൻ വർക്കിലേക്ക് പ്രവേശിക്കുകയാണ്. 7 മണിയായി. വർക്കൊന്ന് ചെയ്ത് അയച്ചു കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഈ വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്യാൻ. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, പാലം കിടക്കണ വരെ നാരായണ, പാലം കടന്ന കോരായണ. നന്നായി. ഒരു കാര്യം നടക്കാൻ വേണ്ടി ഞഞ്ഞ അത് കഴിഞ്ഞാലോ? ഇതിപ്പോ ഇയാളുടെ ആവശ്യത്തിന് കൊണ്ടുവന്നതല്ലേ കട്ടിംഗ് പ്ലെയർ? തിരിച്ചതുപോലെ കൊണ്ടുവച്ചൂടെ? എന്താ കൊണ്ടുവച്ചാല്? അല്ലല്ലോ, എന്നോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടല്ലേ? ഇയാളെ ആവശ്യത്തിന് കൊണ്ടുവന്നു. ഇയാളെ ആവശ്യത്തിനല്ലേ? ഇങ്ങനെ നുണ പറയാനുള്ളൊരു കഴിവ് ലോകത്താർക്കും ഉണ്ടാവില്ല. വർക്ക് തന്നെ ചെയ്യണേ. എന്റെ പിന്നാലെ നടക്കാതെ അത് അവിടെ വെച്ചിട്ട് പോയി എടുത്തു കൊടുത്ത് വെക്കൂല. നമ്മൾ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും എടുത്ത് വെക്കണം. ഇരിക്കട്ടെ തല. ക്യാമറ മോഡലേ അല്ല, എവിടെയെങ്കിലൊക്കെ കൊണ്ടിട്ടിട്ട് പോകുന്നേ. എന്തേ ക്യാമറ ഓണാണെന്ന് കരുതിയില്ലല്ലേ? ഞാൻ എന്തിങ്ങനെ കൊക്കിപ്പാറന്ന് കരുതിയിട്ടുണ്ടാവല്ലേ? ഈ ക്യാമറ എല്ലാത്തിനും വേണ്ടാണ്ട് കൊണ്ടുവന്ന് തരൂ. ആ ക്യാമറ അവിടെ എടുക്ക്. നമുക്ക് എന്തേലും ഒന്ന് പറയാവുന്ന അപ്പ ഇങ്ങോട്ട് കണ്ട് വരും. എന്തോ സൂം ചെയ്യാൻ. വേണ്ട പറയൂ. ഞാൻ പിന്നെ വരാം. പിന്നെ പറയണ്ടേ? ഞാൻ കട്ട് ചെയ്യേ. സീക്രട്ട് ആണെങ്കിൽ കട്ട് ചെയ്യാ. വേണ്ടെങ്കിൽ വേണ്ട. അപ്പൊ ഒന്നുമില്ലേ? നമുക്ക് സൈലന്റ് ആയിട്ടിരിക്കണം. എപ്പോൾ വേണമെങ്കിലും കടന്നു വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ സൂക്കേട്. എപ്പോ വേണമെങ്കിലും കടന്നു വരാന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കാറ്. ആന്നേ, +2 പഠിപ്പിക്കുന്ന ടീച്ചറാട്ടോ. കുട്ടിക്കളി മാറിയിട്ടില്ല എന്ന് മാത്രം. ഇതൊക്കെ കണ്ടിട്ട് ഇനി രാത്രി പേടിക്കുവോ? ടൈഗറിനെ പേടിക്കണ്ടാവൂലേ അല്ലേ? പ്രേതത്തിനെ കണ്ടാലാവൂലേ പേടി? കഴിഞ്ഞില്ലേ ഇന്നത്തെ വ്ളോഗ്? പോയി വന്നൊക്കെ എടുത്തില്ലേ? അത് കൺക്ലൂഡ് ചെയ്യേ. ബാബുട്ടി വരുമോ? ഇന്ന് വരുമെന്നോ? വീഡിയോ കോളില് അറിയില്ല, ചിലപ്പോ വരും. ക്ലോസ് ചെയ്തോ? മരുന്ന് കഴിച്ചോ? എനിവേ ഇന്നത്തെ വ്ളോഗ് ഇതാ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ ഹോസ്പിറ്റൽ വ്ളോഗ് നിങ്ങൾ മുഴുവൻ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.